ഇന്നത്തെ മീൻകാരച്ചേട്ടൻ്റെ കയ്യിൽ ചാളയും ചെമ്മീനും അയിലേക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ ദേ അപ്പം 100 രൂപയ്ക്ക് ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലേക്ക് വെക്കാൻ തോന്നിയില്ല, അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് അത് കറി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് വറുക്കാനായിട്ടും മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഞാനത് വറുത്തെടുക്കുവാണ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ കൊടി കയറിയിട്ട് 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം പള്ളിയിൽ പോകണം. അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ ഉച്ചത്തേക്ക് ഊണ്. ചാളക്കറിയും മുട്ടയും അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് തോരനും ചാള വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ വൈകുന്നേരത്തേക്ക് ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടു വെക്കുവാണ് കേട്ടോ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. അമ്മ നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ട് നിങ്ങളാരും ചിരിക്കരുത് കേട്ടോ. അമ്മ ചപ്പാത്തി പരത്താൻ നേരത്തെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ. അത്രയ്ക്കൊന്നും ഞാൻ പരത്തുമ്പോൾ കിട്ടാറില്ല, എങ്കിലും ഏകദേശം ഒപ്പിക്കും കേട്ടോ. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, നേരിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകുമെന്ന്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ വെള്ളത്തിലാണ് ഉപ്പിട്ടിട്ടാണ് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ സെയിം മെത്തേഡിലാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ ബോൾസാക്കി വെച്ചിട്ട് എണ്ണയിൽ വറുത്ത് കോരുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much. Bye bye.